അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം താരയോടുള്ള ഉപദേശം. ദുഃഖത്താൽ കോപാകുലയായ താരയോട് ശ്രീരാമദേവൻ ഉപദേശിച്ചു. കാര്യമല്ലാത്തയൊന്നാണ് നിന്റെ ദുഃഖം. പഞ്ചഭൂത നിർമ്മിതവും മാംസം, രക്തം, എല്ലും ചേർന്നുള്ള ചലനമറ്റ വിറകിന് തുല്യമായ ശരീരമാണോ നിന്റെ ഭർത്താവ്? അതോ നശിക്കാത്തതും ശുദ്ധമായ അറിവ് കൊണ്ട് വിളങ്ങുന്ന ആത്മാവോ? മനസ്സിലാക്കുക, വികാരത്തിനോ വിഷയത്തിനോ അടിമയല്ല ആത്മാവ്. സ്ത്രീ പുരുഷ നപുംസക ഭേദങ്ങൾ ആത്മാവിനില്ല. ചൂട്, തണുപ്പ്, ഈ കാലഭേദങ്ങളൊന്നും ബാധിക്കാത്ത നിത്യവും ആകാശതുല്യമായി നിലനിൽക്കുന്നതുമായ ജ്ഞാനസ്വരൂപമാണ് ആത്മാവ്. ഈ പരമാർത്ഥം ഗ്രഹിച്ചാൽ ശരീരം വേർപെട്ട ആത്മാവിനെ ഓർത്ത് ആരും ദുഃഖിക്കില്ല. അമൃത സമാനമായിരുന്നു ശ്രീരാമ വചനങ്ങൾ. എങ്കിലും സംശയം തീർക്കാൻ താര രാമദേവനോട് ചോദിച്ചു, ശരീരം ജഡവും ആത്മാവും നിത്യവുമാണ്. എന്നാൽ ഇതിൽ ഏതിനെയാണ് സുഖ ദുഃഖങ്ങൾ സംബന്ധിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. രഹസ്യമായ ഒന്നാണെങ്കിലും പറയാമെന്ന് രാമദേവൻ. ഇന്ദ്രിയങ്ങൾ, അഹങ്കാരഭാവം തുടങ്ങിയുള്ളവ ചേരുന്ന ശരീരത്തിനൊപ്പം ആത്മാവ് ചേരുന്ന കാലയളവിൽ മാത്രമാണ് അറിവില്ലായ്മയ്ക്ക് അടിമപ്പെട്ട് ആത്മാവ് താൽക്കാലികമായി അനുഭവിക്കുന്നു സുഖദുഃഖങ്ങൾ. ഈ അവസ്ഥ ഒരു തോന്നൽ മാത്രം എന്നതാണ് സത്യം. ലൗകിക ജീവിതം സ്വപ്നം പോലെ നശിക്കുന്ന ഒന്നാണ്. അറിവില്ലായ്മ, അഹങ്കാരം, അഹംഭാവവും മിഥ്യയായ ലൗകിക ജീവിതത്തെ സത്യമെന്നു കരുതി ജീവിക്കുന്നു. ദോഷം തരുന്നതും ഇഷ്ടാനിഷ്ടങ്ങളാൽ ക്രോധം ജനിപ്പിക്കുന്നതുമാണ് ലൗകിക ജീവിതം. ശരീരവും ആത്മാവും ചേർന്നുള്ള ബോധസൃഷ്ടിയാണ് മനസ്സ്. ഈ മനസ്സ് തന്നെയാണ് ജനന മരണ സുഖദുഃഖങ്ങൾക്ക് കാരണം. ഈ മനസ്സ് തന്നെയാണ് ലൗകിക ചിന്തകളിലേക്ക് ജീവനെ തളച്ചിടുന്നതും. ഇതിലൊന്നും ആത്മാവിന് ബന്ധമോ സ്വാധീനമോ ഇല്ല. മനസ്സ് ആത്മാവിൻ്റെ സൃഷ്ടി എന്നത് തെറ്റായ ധാരണയാണ്. ഉദാഹരണമായി ഭഗവാൻ ഇങ്ങനെ വിശദീകരിച്ചു: സ്ഫടികത്തിനരികെ രക്തവർണ്ണമുള്ള ഒരു വസ്തു വെച്ചാൽ സ്ഫടികത്തിലും ആ വർണ്ണം നിറഞ്ഞു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു. ആ വസ്തു നീക്കിയാൽ നിറവും അപ്രത്യക്ഷമാകും. ഇപ്രകാരം തന്നെ ആണ് ജീവനിൽ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയിലൂടെ ഉണ്ടാകുന്ന ജനന മരണക്രിയകൾ. ഒരിക്കലും ആത്മാവിനെ ബാധകമല്ല ഇവയൊന്നും. ആത്മാവ് നശ്വരമാണ്. എന്നാൽ ലോക ജീവനടങ്ങുന്ന എല്ലാം തന്നെ മിഥ്യയായിട്ടുള്ളതാണ്. അതിനാൽ ഈ വക ചിന്തകൾ ഓർത്ത് ദുഃഖിക്കുന്നത് ഉചിതമല്ല. മനസ്സിനെ നിയന്ത്രിക്കുക, ജ്ഞാനം നേടുക, ദോഷങ്ങളെ ത്യജിച്ച് ആഗ്രഹ നിവൃത്തി വരുത്തിയും സംസാര ദുഃഖങ്ങളെ അകറ്റുവാൻ കഴിയുന്നതാണ്. സൃഷ്ടിയും കർമ്മവും ജീവനും പൂർവകർമ്മങ്ങളനുസരിച്ച് വീണ്ടും വീണ്ടും ജനന മരണചക്രങ്ങളിൽപ്പെട്ട് ഉഴലുന്നു. മായയുടെ ബലവും സ്വാധീനവും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. പൂർവപുണ്യം, നല്ല കൂട്ടുകെട്ട്, നല്ല ചിന്തകളിലേക്കുള്ള മാറ്റങ്ങൾ, ഭക്തിയും ജ്ഞാനം, കഥാശ്രവണം, ബ്രഹ്മജ്ഞാനം ഇവ കൈവരുത്തുക. ഞാനെന്നത് ശരീരമോ ഇന്ദ്രിയമോ മനസ്സോ പ്രാണനോ ഇവയൊന്നു തന്നെയുമല്ല. സത്യവും ആനന്ദവും രണ്ടെന്ന് വേർതിരിക്കാനാകാത്തതുമായ പരബ്രഹ്മ അംശം ഞാനെന്ന് അറിവ് ഉണ്ടാകണം. യഥാർത്ഥ ജ്ഞാനം ഈ തിരിച്ചറിവിൽ നിന്ന് മുക്തി നേടാവുന്നതുമാണ്. കർമ്മ
ബന്ധം വേർപെട്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് മോക്ഷം. താരയോട് രാമദേവൻ ഉപദേശാനന്തരം ഇങ്ങനെ പറഞ്ഞു: മുൻ ജന്മത്തിലെ ശുദ്ധഭക്തി എന്നെ കാണാൻ നിനക്ക് ഭാഗ്യം ഉണ്ടായി. നീ ദുഃഖം ഉപേക്ഷിക്കുക. എൻ്റെ രൂപത്തെ ധ്യാനവും ചെയ്തും വചനചിന്ത ചെയ്തും കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം വന്നു ചേരും. രാമവാക്യം കേട്ട് താരയിൽ മോഹമകന്ന് ചിത്താനന്ദവും വിസ്മയവും ഭക്തിയുമുദിച്ചു പരമജ്ഞാനവും നേടാനായി. കേട്ടുനിന്ന സുഗ്രീവനും അതേ പ്രകാരം ജ്ഞാനസമ്പന്നത വന്നു ചേർന്നു സ്വസ്ഥനായി നിന്നു. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം, സഞ്ചിതം ത്വക്മാംസ രക്താസ്തി കൊണ്ടടു. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല, കേളല്ലലുണ്ടാകായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല, കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലിബാഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിയ നീ. സർവഗൻ ജീവനേകൻ പരനദ്വയനവ്യയാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖ സുഖാദി സംബന്ധം ആർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കായില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനം അനാദ്യ വിദ്യാബന്ധുഹേതുനാ ആനാ അഹങ്കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാം അപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം. മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം
ഭവിക്കയാൽ ആത്മനാസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജനാചിത്തെ വിചാരിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും. ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലെ ജീവനെന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യാഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ കടിയന്ത്രവത്സദാ മായാബലത്താലതാർക്കഴിക്കാമെടോ. യാതൊരിക്കൽ നിജപുണ്യ വിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതിമദ്വിഷയാം ദൃഢം. ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മന പ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവതു. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം. യുദ്ധമറിയുമ്പോൾ മുക്തനായപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മയാവിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമാകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മബോധേന
ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ കരയും ഭക്തി മുഴുത്തിട്ടനാദി ബന്ധം തീർന്നു. മുക്തയായാളൊരു നാരിയെന്നാകിലും വിഗ്രഹമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു. സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാണ്ടുലോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.